നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ഈസ്റ്റർ ആഘോഷങ്ങളിൽ മുഴുകി ഇരിക്കുമ്പോഴാണ് ശ്രീലങ്കയെ പിടിച്ചുകുലുക്കി സ്ഫോടന പരമ്പര അരങ്ങേറിയത്. ഒരുപക്ഷെ ലങ്കൻ മണ്ണ് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ആദ്യത്തെ ഞെട്ടിപ്പിക്കുന്ന സ്ഫോടനമായിരുന്നു ഇത്. ആഭ്യന്തര യുദ്ധങ്ങളാൽ കലുഷിതമായിരുന്ന ശ്രീലങ്ക ഒരിക്കൽ കൂടി രക്തകലുഷിതമായിരിക്കുകയാണ്. ശ്രീലങ്കൻ ജനതയെ ഭയപ്പെടുത്തുന്ന കാര്യം കൂടിയാണ് ഇത്. LTTയുടെ ഓർമ്മകൾ ഇപ്പോഴും പൂർണ്ണമായും ഇല്ലാതാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ന്യൂനപക്ഷങ്ങളുടെ അസന്തുഷ്ടി ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ശ്രീലങ്കയിൽ ഇപ്പോഴത്തെ സ്ഫോടനം വലിയ അലയൊലികൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം സർക്കാരിന് ലങ്കയിൽ സമാധാനം ഉറപ്പാക്കുക എന്നൊരു വലിയൊരു വെല്ലുവിളിയും മുന്നിലുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷമാണ് തീവ്രവാദം സിംഹള മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. തീവ്രവാദം വിദൂര ഓർമ്മയായിരുന്നുവെന്ന് ശ്രീലങ്ക പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളം ഏറ്റവും സമാധാനപരമായ രീതിയിലായിരുന്നു ശ്രീലങ്ക മുന്നോട്ട് പോയത്. എന്നാൽ ഈസ്റ്റർ ദിനത്തിലെ 8 സ്ഫോടനങ്ങളിൽ 185 പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണപ്രതിസന്ധി കൂടിയുള്ള ശ്രീലങ്കയിൽ തീവ്രവാദം തിരിച്ചെത്തിയത് ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. LTTയുമായുള്ള ദീർഘകാലത്തെ ആഭ്യന്തര യുദ്ധം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും രക്തകലുഷിതമായ പോരാട്ടമായിരുന്നു കണ്ടിരുന്നത്. LTT നേതാവ് വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടതോടെ ആഭ്യന്തര യുദ്ധത്തിന് അവസാനമായിരുന്നു. ഇതോടെ ഇന്ത്യൻ സൈന്യമടക്കമുള്ളവരുടെ ഇടപെടൽ അവിടെയുണ്ടായിരുന്നു. നിരവധി സൈനികരുടെ ജീവൻ ശ്രീലങ്കൻ സൈന്യത്തിനും ഇന്ത്യൻ സൈന്യത്തിനും വരെ ഉണ്ടായിരുന്നു. എന്നാൽ LTTയുടെ അവസാനത്തോടെ ഇത് ഇല്ലാതാവുകയായിരുന്നു. ശ്രീലങ്കയെ ഞെട്ടിച്ച സ്ഫോടനം അവസാനമായി ഉണ്ടായത് 2006-ലാണ്. LTT ആയിരുന്നു അത് നടത്തിയത്. ദിഗംപത്തന സ്ഫോടനം എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 15 സൈനിക ബസ്സുകൾ അടങ്ങിയ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു ഭീകരർ. 120 പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. ആ കാലയളവിൽ വൻ അതിക്രമങ്ങളാണ് ലങ്കയിൽ അരങ്ങേറിയത്. സമാധാന ചർച്ചകളിൽ നിന്ന് LTT പിന്മാറിയതും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ശ്രീലങ്കൻ സൈനിക കമാൻഡർ LTT തീവ്രവാദ സംഘടനയെന്ന് സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇതോടെ അദ്ദേഹത്തെ വധിക്കാൻ LTT ശ്രമം നടത്തി. തുടർന്നാണ് ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നത്. LTTക്കെതിരെ സൈനിക നടപടി ഉണ്ടാവുകയും ചെയ്തു. 2009 ജനുവരി 8-ന് ജാഫ്നയിൽ അവരുടെ സങ്കേതം സൈന്യം പിടിച്ചെടുത്തു. തുടർന്ന് മുല്ലത്തീവിലേക്ക് സൈന്യം നീങ്ങി. അവസാന ബേസായിരുന്നു അത്. സൈന്യം മുല്ലത്തീവ് പിടിച്ചെടുക്കുകയും LTTയെ ഇല്ലാതാക്കുകയും ചെയ്യുകയായിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.